Welcome to Bosco Campus Vision. This is the 42nd lecture of Web Design and Production for Business. Topic Images. Images. An image plays a very important role on a web page. Images make your web page more attractive and enhance the overall look and feel of the web page. They help to break the monotony of text in a page, besides adding a visual element that might attract the user to a particular part of the page. HTML supports many image formats. The most commonly used formats are GIF and JPEG. JPEG is used for photographic quality images and GIF is used for any other types of images. നമ്മൾ നേരത്തെ വെബ് പേജും വെബ്സൈറ്റും ഒക്കെ പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു വെബ് പേജിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നതാണ് ഇമേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു ആഡൊക്കെ കാണുവാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലോട്ട് കയറുവാണെങ്കിൽ തന്നെ നമുക്കൊരു ഇമേജ് നോക്കുമ്പം ആ പേജ് എന്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഒരു വെബ്സൈറ്റിലോട്ട് കയറുവാണെങ്കിൽ അതുള്ള വായിക്കാൻ നിൽക്കാതെ ആപ്റ്റായിട്ടൊരു ഇമേജ് ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇമേജ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് റോള് വെബ് പേജിൽ വഹിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, 1000 വേർഡ്സ് എഴുതുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് തരുന്നതാണ് ഒരൊറ്റ ഇമേജ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എത്രമാത്രം കണ്ടൻറ്റുകൾ എഴുതുന്നതിനെക്കാട്ടിലും ആപ്റ്റായിട്ട് ഒരൊറ്റ ഇമേജ് അവിടെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിസിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പം ഇമേജ് ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിലായിരിക്കും കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ജിഫ് അല്ലെങ്കിൽ JPEG എന്ന് പറഞ്ഞ ഫോർമാറ്റുകളിലൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. HTML മിക്കവാറുമുള്ള ഇമേജ് ഫോർമാറ്റുകളെല്ലാം HTML എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഇൻസേർട്ടിങ് ആൻ ഇമേജ് ഓൺ എ വെബ് പേജ്. By inserting an image on a web page, we can draw the attention of the user more easily than by providing some text in place of the image. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ HTML provides a facility to insert images in web page by using the img tag. The img tag uses the src attribute which takes an image file as a value. അപ്പം HTML പേജിൻ്റെ അകത്ത് നമ്മൾ ഇമേജിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് IMG എന്ന് പറഞ്ഞ ടാഗ്. ഇതൊരു കണ്ടെയ്നർ ടാഗ് അല്ല, ഒരു MD ടാഗാണ്. ഇതിന് ക്ലോസിംഗ് ടാഗ് ആവശ്യമില്ല. അപ്പം IMG എന്ന് പറയുന്നത് ഒരു MD ടാഗാണ്. എന്താണ്, ഇമേജസിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് IMG എന്ന് പറഞ്ഞ ടാഗ്. ഈ IMG ടാഗിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് SRC, അതായത് സോഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള SRC എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് ഈക്വൽ ടു എന്താണ്, ഒരു വാല്യൂ, എന്താണ്, ആ ഇമേജ് ഫയലിൻ്റെ അല്ലെങ്കിൽ ഇമേജ് നെയിമിൻ്റെ ആ വാല്യൂ ആയിരിക്കും നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം IMG എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇമേജിൻ്റെ ഷോർട്ടായിട്ടാണ് IMG എന്ന് പറഞ്ഞ ടാഗ് എഴുതുന്നത്. SRC എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ സോഴ്സ്. ആ ഏത് സോഴ്സിൽ നിന്നാണ് ആ ഇമേജിൻ്റെ നെയിമോ അല്ലെങ്കിൽ ഏത് സോഴ്സാണ് റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് SRC എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഇമേജ് ഫയലിനെ കൊണ്ടുവരുന്ന എക്സാമ്പിളാണ് താഴെ കൊടുത്തേക്കുന്നത്. കണ്ടോ, IMG SRC ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ അകത്ത് എൻ്റെ ഫിഗർ, അതായത് എൻ്റെ ഇമേജിൻ്റെ നെയിം എന്ന് പറയുന്നത് college.jpg എന്നുള്ള ഇമേജാണ്. ആ ഇമേജിൻ്റെ പേരാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ആ ഇമേജ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ HTML പ്രോഗ്രാംസ് എല്ലാം സേവ് ചെയ്തേക്കുന്ന ആ ഫോൾഡറിൽ തന്നെയാണ് ആ ഇമേജും കൊണ്ട് ഞാൻ സേവ് ചെയ്തിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് IMG SRC ഇസ് ഈക്വൽ ടു എന്താണ്, ഡയറക്റ്റ് നമുക്ക് ആ ഇമേജിൻ്റെ നെയിം college.jpg എന്നുള്ള ഇമേജിൻ്റെ നെയിം അവിടെ എന്ത് ചെയ്താൽ മതി, സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. എന്തിൻ്റെ അകത്ത്, SRCക്ക് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഈസ് ചേഞ്ചിങ് ദ സൈസ് ഓഫ് ദ ഇമേജ്. നമ്മൾ കൊടുക്കുന്ന ഇമേജാണ്, ആ സൈസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അതായത് നമുക്ക് ആപ്റ്റായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ആ പേജിൽ നമുക്ക് ഒരു കോർണറിൽ കൊണ്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ നടുക്കായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, നമ്മുടെ
ആ ഇമേജിൻ്റെ വലിപ്പം ഒന്ന് നമുക്ക് കൂട്ടണം. അതായത് ഹൈറ്റും അതുപോലെ തന്നെ വിഡ്ത്തും കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ചേഞ്ചിങ് ദ സൈസ് ഓഫ് ദ ഇമേജ്. ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ സൈസ് ഓഫ് ദി ഇമേജ്, യു ക്യാൻ ചേഞ്ച് ഇറ്റ്സ് അപ്പിയറൻസ് സൈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിഡ്ത്ത് ആൻഡ് ഓൾസോ ഹൈറ്റ് ആട്രിബ്യൂട്ട് ഓഫ് ദ IMG ടാഗ്. അപ്പം എൻ്റെ ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ താഴെ കൊടുത്തേക്കുന്നത്. ശ്രദ്ധിച്ച്, IMG SRC = logo.jpg. അതായത് logo.jpg എന്ന് പറയുന്നതാണ് എൻ്റെ ഇമേജിൻ്റെ നെയിം എന്ന് പറയുന്നത്. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും മാറ്റാനുള്ള ആട്രിബ്യൂട്ട്സ് ആണ് കൊടുക്കുന്നത്. വിഡ്ത്ത് = എത്ര, ഞാൻ 100 എന്നും കൊടുത്തു. ഹൈറ്റ് = ഞാൻ 50 എന്നും കൊടുത്തു. അപ്പം IMG SRC = ഇമേജിൻ്റെ നെയിം, വിഡ്ത്ത് = ഒരു വാല്യൂ, ഹൈറ്റ് = ഒരു വാല്യൂ, എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്യാൻ കൊടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ SRC = logo.jpg എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മൾ സേവ് ചെയ്തിട്ടേക്കുന്ന ആ ഫോൾഡറിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ ഇമേജിനെ എന്ത് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആ കറണ്ട് ഡയറക്ടറിയിലല്ല നിങ്ങൾ ഇമേജ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, SRC = ആ ഡയറക്ടറി, അവിടെ നമുക്ക് ആ റൂട്ട് ഡയറക്ടറി നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്തായിരിക്കും, ഇപ്പം നിങ്ങൾ വേറെ സീലായിട്ടാണ് ആ പ്രോഗ്രാമിൻ്റെ ആ ഇമേജ് സേവ് ചെയ്തിട്ടേക്കുന്നതെങ്കിൽ എന്താണ്, നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം, സീൽ ഏത് ഫോൾഡറിലാണെന്നും എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് അവിടെ നമ്മൾ കൊടുക്കണം. ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വേറെ വെബ് സെർവറിലാണ് കിടക്കുന്നതെങ്കിലും അതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പാത്ത് അവിടെ സ്പെസിഫൈ ചെയ്ത് SRCക്കകത്ത് നമ്മൾ കൊടുത്താൽ മതി. Next is image formats for the web. First one is .gif. This is the acronym of Graphics Interchange Format. Browsers can handle this format quite easily. അപ്പോൾ ആദ്യത്തേതാണ് .gif. എൻ്റെ acronym എന്ന് പറയുന്നത് Graphics Interchange Format. Next one is .png, pronounced as PNG. This stands for Portable Network Graphics. Next one is .jpeg or .jpg. JPEG is an acronym for Joint Photographic Experts Group. Next one is .bmp. This is a bitmap. A bitmap is an image that a computer produces and plays for you. These are the image formats for the web. First one is .gif. Second one .png. Third one .jpeg or .jpg. Last one is .bmp. These are the image formats for the web. Assignment question is, first one, define IMG tag. IMG tag എഴുതുമ്പം എന്താണ് ഇമേജ് എന്നുള്ളതും എങ്ങനെയാണ് ഇമേജ് ടാഗിനെ സ്പെസിഫൈ ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ തന്നെ ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്യുന്നതും എഴുതണം. അപ്പോൾ IMG ടാഗ് എന്ന് ചോദിച്ചാൽ മാർക്സിൻ്റെ ബേസിലായിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. 2 മാർക്സ് ആണെങ്കിലും 4 മാർക്സ് ആണെങ്കിലും എക്സാമ്പിൾ സഹിതം വേണം എഴുതാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ആർ ദ ഇമേജ് ഫോർമാറ്റ്സ് ഫോർ ദ വെബ്.